നമസ്കാരം. ശബരിമലയിലെ അതിവിശുദ്ധമായ സ്വർണ്ണപ്പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല തന്ത്രിയുമടക്കമുള്ള 9 പ്രമുഖർ നിയമക്കുരുക്കിലേക്ക്. 2025 നടന്ന സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച നിർണായക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കേസിൽ വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ മുൻ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനും തന്ത്രി കണ്ഠരര് രാജീവര് മറ്റൊരു കേസിൽ കൂടി പ്രതിയാകാനുള്ള സാധ്യതകളുമാണ് തെളിയുന്നത്. തിരുനടയിലെ സ്വർണ്ണപ്പണികളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പൂർണ്ണമായും മറികടന്ന് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വകാര്യ വ്യക്തിക്ക് കൈമാറുന്നതിന് പിന്നിൽ കൃത്യമായ അഴിമതി ലക്ഷ്യങ്ങളുണ്ടെന്നായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന ഭരണ ആത്മീയ നേതൃത്വങ്ങളിലെ പ്രമുഖരെ കൃത്യമായി പ്രതിപട്ടികയിൽ ചേർത്താണ് SIT റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായിരുന്ന അജികുമാർ, സന്തോഷ് കുമാർ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരാണ് ഈ ഹൈ പ്രൊഫൈൽ കേസിലെ പ്രധാന പ്രതികൾ. അതേസമയം ആദ്യഘട്ടത്തിൽ സംശയനിഴലിലായിരുന്ന മുരാരി ബാബുവിനെ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണ സംഘം ഒഴിവാക്കിയിട്ടുണ്ട്. പുതുക്കിയ ഈ പ്രതിപട്ടിക വൈകാതെ തന്നെ കൊല്ലം വിജിലൻസ് പ്രത്യേക കോടതിക്ക് കൈമാറും. തന്ത്രി കണ്ഠരര് രാജീവരെ സംബന്ധിച്ച് ഈ കേസ് വലിയൊരു ആത്മീയ നിയമ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനു മുൻപും ചില വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള തന്ത്രി ഔദ്യോഗിക പദവിയിലിരിക്കെ ചട്ടവിരുദ്ധമായ സ്വർണ്ണ കൈമാറ്റത്തിന് അനുമതി നൽകുകയോ ഒത്താശ ചെയ്യുകയോ ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഈ കേസിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ എത്തിച്ചിരിക്കുന്നത്. ആത്മീയ നേതൃത്വം ഇത്തരം സാമ്പത്തിക ഗൂഢാലോചനകളുടെ ഭാഗമായി എന്നത് ഭക്തജനങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 2019 ശബരിമലയെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഗുരുതരമായ ക്രമക്കേടുകളും വീഴ്ചകളും മറച്ചുവെക്കാനായിരുന്നു 2025 പ്രതികൾ ഈ പുതിയ അട്ടിമറിക്ക് മുതിർന്നതെന്ന് SIT വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ശബരിമലയിലെ തങ്കപ്പാളികളുടെയും സ്വർണത്തിന്റെയും നിറം മങ്ങിയിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ മുൻപ് നിലവിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. സ്വർണത്തിന്റെ ഗുണനിലവാര തകർച്ച പുറത്തറിയുന്നത് തടയാനായിരുന്നു പ്രതികളുടെ ശ്രമം. നിറം മങ്ങിയ സ്വർണ്ണപ്പാളികൾക്ക് കമ്പനിയുടെ വാറന്റി ഉണ്ടെന്ന സാങ്കേതികമായ ന്യായം പറഞ്ഞാണ് ചട്ടവിരുദ്ധമായി ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ദേവസ്വം ബോർഡിന്റെയോ ഹൈക്കോടതി നിയോഗിച്ച ഉന്നത അധികാര സമിതിയുടെ കൃത്യമായ അനുമതിയില്ലാതെ അതീവ രഹസ്യമായി കോടികളുടെ സ്വർണം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തുകളിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. നടപടിക്രമങ്ങളിൽ വൻ വീഴ്ചയും ക്രിമിനൽ ഗൂഢാലോചനയും വ്യക്തമാണെങ്കിലും ക്ഷേത്രത്തിലെ സ്വർണം ഭൗതികമായി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർണം തിരികെ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രതികളുടെ കുറ്റത്തിന്റെ ഗൗരവവും കുറയുന്നില്ല. ഔദ്യോഗിക പദവികൾ പൂർണ്ണമായി ദുരുപയോഗം ചെയ്ത് അഴിമതിക്ക് കൂട്ടുനിന്നതിനാലും നിയമപരമായ ചട്ടങ്ങൾ ലംഘിച്ചതിനാലും പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ കൃത്യമായി നിലനിൽക്കുമെന്ന് SIT റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പങ്കാളികളായ ഗൂഢാലോചനയായതിനാൽ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം.